എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ഡിലീഷ്യസ് ഹൽവയാണ് തയ്യാറാക്കുന്നത്. ആപ്പിൾ ഹൽവ. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആപ്പിള്, അതുപോലെ അതിലേക്ക് പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം ആവശ്യമാണ്. ഇനി ഇതിൻ്റെ അളവൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇത്രയും പോകുന്ന ഒരു 5 ആപ്പിളാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള ആപ്പിളാണ്. ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തൊലി ചെത്തി കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ തൊലി കളയുന്നതാണ് ഇത്തിരി നല്ലത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുരു മാത്രമായിട്ടല്ല, അതിൻ്റെ ഉൾഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് വേവിക്കുന്ന സമയത്ത് കടിക്കും. ഇതിലേക്ക് ഞാൻ ബീട്രൂട്ട് ഉണക്കി പൊടിച്ചത് കളറിനായിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ആവശ്യമാണ്. അതുപോലെ അണ്ടിപ്പരിപ്പ് ഒരു പിടി, പഞ്ചസാര ഞാനൊരു 1/2 കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മധുരത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. അതുപോലെ നെയ്യ്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അതായത് ആപ്പിള് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിക്കണം. അതിനായിട്ട് ഞാനൊരു ജാർ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ആപ്പിളുകൾ ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ ജാറിലിട്ട് അടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്, അല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയില്ല. പക്ഷെ നമുക്ക് വെള്ളം ചേർക്കാനായിട്ട് പറ്റില്ല. അതിന് കൊണ്ട് ഞാനിതിലേക്ക് ഇപ്പോൾ ഈ പഞ്ചസാര ആഡ് ചെയ്യാണ്. അപ്പോൾ പഞ്ചസാര കൂടെ അരയ്ക്കുന്ന സമയത്ത് ആ പഞ്ചസാരയുടെ വെള്ളം മതി ഇതിലേക്ക് എനിക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട്. നിങ്ങളുടെ മിക്സിക്ക് അങ്ങനെ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരയ്ക്കണതെങ്കിൽ നിങ്ങളിപ്പോൾ പഞ്ചസാര ചേർക്കണ്ട. പഞ്ചസാര ചേർക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം, അന്നേരം ചേർത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഒന്നിച്ചിട്ടിട്ട് അരയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. പഞ്ചസാര മാത്രമല്ല, പഞ്ചസാര അതിൻ്റെ കൂടെ ബീട്രൂട്ടും ഉണക്കി പൊടിച്ചിട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അതിൽ മാറ്റം വരുത്താം. ഇനി നമുക്കതിലേക്ക് സ്വല്പം അണ്ടിപ്പരിപ്പിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ഒരു പിടി അണ്ടിപ്പരിപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് അങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് ഇതിന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ആപ്പിള് നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തീയ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇത് തിളയ്ക്കണ വരയ്ക്ക് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പുറത്തേക്ക് പോളകൾ വന്നിട്ട് പൊട്ടും. അന്നേരം നമ്മുടെ കൈമയ്ക്കൊക്കെ ആവും. അതുകൊണ്ട് നമുക്ക് തിളയ്ക്കണ വരെ ഫുൾ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നീട് നമുക്ക് മീഡിയത്തിലും ലോയിലും ആക്കിയിട്ട് മാറ്റി മാറ്റി ചെയ്യാം. നിങ്ങൾക്ക് ഒത്തിരി വലിയ കയ്യിലെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ നല്ല നീളമുള്ള കയ്യിൽ ആണെങ്കിൽ നിങ്ങൾക്ക് കയ്യുമ്മയ്ക്ക് പൊട്ടിത്തെറിക്കില്ല. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഒത്തിരി നീളമുള്ള കയ്യിലും അതുപോലെ ഒത്തിരി വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് ഇത് കട്ടയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളമൊക്കെ വറ്റിയിട്ടുണ്ട്. നിങ്ങൾ മുന്നേ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിൽ മുഴുവനും അരയാത്ത 1-2 ചെറിയ കഷ്ണങ്ങൾ കാണാനുണ്ട്. അതായത് ആപ്പിൾ അരയ്ക്കുമ്പോൾ മുഴുവൻ അരയാണ്ടുള്ള 1-2 കഷ്ണങ്ങൾ കാണുന്നുണ്ട്. ഞാൻ അതൊന്ന് എടുത്തു കളയാണ്.
നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റും കൂടിയേ നമുക്ക് ഇളക്കി ആക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് കണ്ടതുമ്പോൾ ഇങ്ങനെ വിട്ട് വന്നു തുടങ്ങി. ഇതിപ്പോൾ നമ്മൾ സിമ്മിലാണ് കേട്ടോ തീ വെച്ചിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, സിമ്മിലിട്ട് ആക്കണം, അല്ലെങ്കിൽ കയ്യുമ്മയ്ക്ക് പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പൊടിച്ചു വെച്ച ഏലക്കപ്പൊടി ആഡ് ചെയ്യാം. ഏലക്കപ്പൊടി ഒരു 1/4 സ്പൂൺ മുതൽ 1/2 സ്പൂൺ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ പഞ്ചസാര ചേർത്താണ് ഏലക്ക പൊടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 സ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പൊതുവേ അധികം ആരും ചെയ്യാത്ത ഒന്നാണ് ആപ്പിൾ ഹൽവ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാവും നിങ്ങൾ ചെയ്യുക. അത്രയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഇത്രയ്ക്കും നെയ്യ് ഇപ്പോൾ 2 ടേബിൾ സ്പൂണ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും നെയ്യ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ കളറ് ചേർക്കണം യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ കളറിന് വേണ്ടി ബീട്രൂട്ട് ഉണക്കി പൊടിച്ചത് ചേർത്തത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഹൽവ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കളർഫുള്ളായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളറോ അല്ലെങ്കിൽ ബീട്രൂട്ടോ ചേർത്താൽ മതി. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടു, ഇതിൽ ഒന്നിങ്ങനെ വിട്ട് പോരുന്നു. നമുക്കിനി ഈ സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാം. ഞാൻ അണ്ടിപ്പരിപ്പ് ഒരു പിടി വറുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ അളവ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തതിലും. ഇതിന് മുമ്പ് ഒരു ബീട്രൂട്ട് ഹൽവയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കണ്ടു കാണും വിചാരിക്കുന്നു. ബീട്രൂട്ട് ഹൽവയൊക്കെ ഇളക്കണ സമയത്ത് സ്വല്പമെങ്കിലും ഈ പാത്രത്തിൽ പറ്റി പിടിക്കുമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ലാസ്റ്റ് വരുമ്പോൾ ഏതാണ്ട് ഒഴുകി നടക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇളക്കാൻ തന്നെ നമുക്ക് കിട്ടില്ല, ഇങ്ങനെ വഴുതി പോകും. അത്രയ്ക്ക് സ്മൂത്തും ആണ് ഇതിൻ്റെ ഇത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നത് എനിക്കറിയാം. ഇനി നമുക്ക് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇതാവശ്യമില്ല. ഇതിലത്തെ ചെറിയ ചൂടുകൊണ്ട് തന്നെ ഒന്നും കൂടെ ശരിയായിക്കോളും. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇത് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റുമ്പോൾ അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവണത് നന്നായിരിക്കും. അതിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഒന്ന് കട്ടം ആയിട്ട് മുറിക്കണമെങ്കിൽ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സെർവിങ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ നെയ്യാണ് തടവണത്, നെയ്യ് തടവുകയാണ്. അതിനുശേഷം നമുക്ക് ഹൽവ അതിലേക്കിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ആപ്പിൾ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.